ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടയിൽ പിന്നിലൂടെ എത്തിയ കടുവ ഗൃഹനാഥനെ കടിച്ചെടുത്തുകൊണ്ടുപോയി കൊലപ്പെടുത്തി. മലപ്പുറം കാളികാവിലാണ് ഞെട്ടിക്കുന്ന സംഭവം. ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. അടയ്ക്കാക്കുണ്ടിൽ റാവുത്തൻകാവ് ഭാഗത്ത് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിൽ വെച്ചായിരുന്നു കടുവയുടെ ആക്രമണം. അബ്ദുൽ ഗഫൂറിനൊപ്പം ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമദ് ഓടി രക്ഷപ്പെട്ടു. പിന്നിലൂടെ എത്തി കടുവ കടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയെന്ന് സമദാണ് വെളിപ്പെടുത്തിയത്. പ്രദേശത്ത് മുമ്പും നിരവധി ആളുകളെ കടുവ ആക്രമിച്ചിട്ടുണ്ട്. സൗത്ത് DFO ധനിത്ലാൽ, DYSP സാജു കെ അബ്രഹാം എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം ഉടൻ കാളികാവിലെത്തും. ക്യാമറയും കൂടും സ്ഥാപിക്കാൻ തീരുമാനം. കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് വിശദമായ തിരച്ചിൽ നടത്താനും തീരുമാനമായി. നാട്ടുകാർ വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മരണപ്പെട്ട അബ്ദുൽ ഗഫൂറിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. മലയാളം ടെലിവിഷൻ, മലപ്പുറം. ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?